തൃശൂരിൽ എടിഎമ്മുകൾ കൊള്ളയടിച്ച പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും എടിഎം ട്രേകളും കണ്ടെത്തി. മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിന് വയലാർ അവാർഡ്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കരുവന്നൂർ ബംഗ്ലാവ് ചേലക്കടവിൽ ഗുണ്ടാ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ദുർഗാനഗർ സ്വദേശികളായ സുധാകരൻ, സലീഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കാട്ടുപന്നിയെ വേട്ടയാടി പാചകം ചെയ്യാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കിള്ളിമംഗലം സ്വദേശികളായ രാജേഷ്, ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 9 പേർക്ക് പരിക്ക്. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസും കൂട്ടിയിടിച്ച കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. എടിഎം കവർച്ചാ കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തൃശൂർ ഷൊർണൂർ റോഡിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എടിഎം കൌണ്ടറിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 4 പ്രതികളിൽ 2 പേരെ എടിഎം കൌണ്ടറിനുള്ളിൽ പ്രവേശിപ്പിച്ച് പണം കവർന്ന രീതി പോലീസ് മനസ്സിലാക്കി. തെളിവെടുപ്പ് 15 മിനിറ്റോളം നീണ്ടുനിന്നു. തെളിവെടുപ്പ് നടക്കുമ്പോൾ ബാക്കി 2 പ്രതികളിൽ ഒരാൾ വാഹനത്തിലും മറ്റൊരാൾ വാഹനത്തിന് പുറത്തും പോലീസ് ബന്ദോബസ്തിലായിരുന്നു. തൃശൂർ എസിപി സലീഷ് എൻ ശങ്കരന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. എടിഎമ്മിലെ തെളിവെടുപ്പിന് ശേഷം താണിക്കുടം പുഴയിൽ പരിശോധന നടത്തി. മോഷണത്തിന് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും എടിഎം ട്രേകളും ഗ്യാസ് സിലിണ്ടറും പുഴയിൽ നിന്ന് കണ്ടെത്തി. സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ട്രേകൾ SBIയുടെയാണെന്ന് ബാങ്ക് അധികൃതർ സ്ഥിരീകരിച്ചു. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി 5 ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടമിറങ്ങിയത്. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാനകളുടെ വിളയാട്ടത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായത്. 7ഓളം ആനകളടങ്ങിയ കൂട്ടമാണ് രാത്രിയിൽ പറമ്പിലെത്തിയത്. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനിരുന്ന 300ഓളം നേന്ത്രവാഴകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. 3 മാസം മുമ്പ് ആനകൾ വന്ന് കുറെ നശിപ്പിച്ച വാഴകളാണ്. അന്ന് കൊലച്ചുണ്ടായില്ല. ഇപ്പോൾ കൊല വെട്ടി തുടങ്ങിയപ്പോൾ കുറേശ്ശെ മാർക്കറ്റിൽ വെട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇറങ്ങി വലിയ കൂട്ടാണ് വന്നേക്കണേ. അത് കൂട്ടം ഇറങ്ങി ഏറെക്കുറെ കൊലച്ച വാഴകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു 300ഓളം വാഴ ഇപ്പോൾ അതിൽ കാട്ടി കളഞ്ഞിട്ടുണ്ട്. ഒക്കെ കൊലച്ചിപ്പോൾ 2 ആഴ്ചക്കുള്ളിലൊക്കെ വെട്ടേണ്ട കൊലകളാണ്. എന്തായാലും ഈ വാഴ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൃഷിയിടത്തോട് ചേർന്നുള്ള വനം വകുപ്പിന്റെ തേക്ക് തോട്ടത്തിലൂടെയാണ് കൊമ്പനും കുട്ടിയാനകളും അടങ്ങിയ ആനക്കൂട്ടം എത്തിയത്. നേരം പുലരുവോളം കൃഷിത്തോട്ടത്തിൽ വിഹരിച്ച ആനകൾ ഒരു തെങ്ങ് മറച്ചിടുകയും അടയ്ക്കാമരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 മാസം മുൻപും ബാബുവിന്റെ പറമ്പിൽ കാട്ടാനകളെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 7 വർഷത്തോളമായി പതിവായി ഇവിടെ ആനശല്യമുള്ളതായും വാഴകൃഷി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായും ബാബു പറഞ്ഞു. 7 വർഷമായി ഇപ്പോൾ നമ്മുടെ ഇതിൽ ഈ കൃഷിനാശം സംഭവിക്കുന്നത്. അത് ചില വർഷങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ 3 മാസം മുമ്പ് ഇറങ്ങി അന്ന് കുറേ കളഞ്ഞു. ഇതിപ്പോൾ 2ാമത് വന്നു. ഇനിയിപ്പോൾ എന്നാ വരികയെന്ന് പറയാൻ പറ്റില്ല. ആനയുടെ കാര്യമല്ലേ. അങ്ങനെ കൃഷി കൊണ്ട് ഇപ്പോൾ ഉപജീവനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ കാട്ടാനകൾ കൃഷി നശിപ്പിച്ച സ്ഥലം പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പനും വനംവകുപ്പ് അധികൃതരും സന്ദർശിച്ചു. TCV ന്യൂസ്, കൊടകര. സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് നോവലിന് വയലാർ അവാർഡ്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളത്തിലെ രാഷ്ട്രീയ നോവലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് കൃതി. വയലാർ രാമവർമ്മ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. മഹാപ്രളയത്തിൽ തകർന്ന ഒരു ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയുള്ള ജീവിതാപഗ്രഥനവും നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും പശ്ചാത്തലമാക്കിയുള്ളതാണ് കാട്ടൂർ കടവ്. 1977 മുതൽ സാഹിത്യ മേഖലയിലെ മികച്ച കൃതിക്ക് നൽകി വരുന്ന വയലാർ അവാർഡിൽ 48ാമത്തെ പുരസ്കാര പ്രഖ്യാപനമാണിത്. കരുവന്നൂർ ബംഗ്ലാവ് ചേലക്കടവിൽ ഗുണ്ട ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. പ്രദേശത്ത് മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രി ഒരു സംഘം ആളുകൾ പ്രദേശത്ത് മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വരികയും അന്വേഷണം നടത്തി തിരിച്ചുപോയതിനു ശേഷം വീണ്ടും ഇതുവഴി ബൈക്കിൽ വന്ന 2 പേരെ ആക്രമിക്കുകയുമായിരുന്നു. ദുർഗാനഗർ സ്വദേശികളായ പേച്ചേരി വീട്ടിൽ സുധാകരൻ, പേയിൽ വീട്ടിൽ സലീഷ് എന്നിവർക്കാണ്
പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. സംഭവത്തിൽ 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചിയാക്കി പാചകം ചെയ്യാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കിള്ളിമംഗലം സ്വദേശികളായ കാങ്കലാത്ത് വീട്ടിൽ KR രാജേഷ്, ചക്കുംപറമ്പ് വീട്ടിൽ ഷഫീഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടു. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചിയാക്കി പാചകം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ 3 പ്രതികളിൽ 2 പേരെയാണ് മൈനൂർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M. വിജയ് പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇറച്ചി കൊണ്ടുപോകാനായി ഉപയോഗിച്ചിരുന്ന ഒരു സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ CL സാജു, R. ദിനേശൻ, P. ഹരീഷ്, K. സുനിത, MR. ജിതിൻ, രാജ് P. ശശികുമാർ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ആലുവ സ്വദേശികളായ കാർ യാത്രികർ മാലോത്തുപറമ്പിൽ ഇസ്ഹാഖ്, ഷൈല, മുഹമ്മദ് അസ്മിൽ, മുഹമ്മദ് ആദിഫ്, അദീബ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുല്ലത്തറ ചാപ്പറമ്പ് വളവിൽ വെച്ചായിരുന്നു അപകടം. പ്ലാങ്ങാട് ബീച്ചിൽ നിന്നും വരികയായിരുന്ന ബസ് 4 മണിക്കാറ്റ് റോഡിൽ നിന്നും വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ആലുവയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കാർ യാത്രികർ. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഓട്ടോ ടാക്സി ലോറിക്ക് പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മേനോൻ ബസാർ പുന്നക്കപ്പള്ളിക്ക് സമീപമായിരുന്നു അപകടം. അഴീക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത്. സാരമായി പരിക്കേറ്റ മതിലകം കൂളിമുട്ടം പൂനിലത്ത് വീട്ടിൽ യൂസഫിന്റെ ഭാര്യ നവീസയെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോ ടാക്സി ഡ്രൈവർ ഉൾപ്പെടെ മറ്റു 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം മിനി ലോറിയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ചേലക്കരയിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയിരുന്ന ബസിന്റെ മുന്നിൽ കടക്കാൻ ശ്രമിക്കുകയായിരുന്ന മിനി ലോറിയുടെ പിൻവശം ബസ്സിൽ തട്ടിയതായിരുന്നു അപകട കാരണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M. ജോണി എന്നിവരുടെ അനിശ്ചിതകാല നിരാഹാരം 2ാം ദിവസവും തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും മുൻകൈയെടുത്ത് പുനരധിവസിപ്പിക്കുക, റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുന്ന നിലപാട് തിരുത്തുക, ക്ഷേത്ര നഗരിയിൽ വർദ്ധിച്ചുവരുന്ന മോഷണങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സേവ് ഗുരുവായൂർ മിഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാരം ആരംഭിച്ചത്. നിരവധി സംഘടനകളാണ് നിരാഹാരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിൽ എത്തുന്നത്. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നതുവരെ ഗാന്ധി മാർഗത്തിൽ സമരം തുടരുമെന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വറ്റിയത് മുണ്ടകൻ കൃഷിക്കൊരുങ്ങുന്ന കർഷകരെ പ്രതിസന്ധിയിലാക്കി. പാടങ്ങളിൽ ആവശ്യത്തിന് വെള്ളമില്ലാതായതോടെ ഉഴവ് നടത്താൻ സാധിക്കാതെ നടിൽ നീട്ടിവെക്കുകയായിരുന്നു. ഞാറ്റടികളിൽ വളർത്തിയ നെൽച്ചെടികൾ പറിച്ചു നടാനുള്ള മൂപ്പെത്തിയിട്ടുണ്ട്. നടിയിൽ ഇനിയും വൈകിയാൽ ഞാറ്റടികൾ ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിൽ പമ്പിംഗ് നടത്തി വെള്ളമെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ഇതിനായി 16,000 രൂപയോളം ചെലവാക്കി ചാലുകൾ തയ്യാറാക്കുകയും വൈദ്യുതിക്ക് ഡെപ്പോസിറ്റ് നൽകുകയും ചെയ്തു. വടക്കുമുറി ഭാഗത്തുള്ള പൊതുകുളത്തിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. കൃഷിയുടെ ആരംഭത്തിൽ ഇത്തരത്തിലുള്ള ജലക്ഷാമം മുൻപ് ഉണ്ടായിട്ടില്ലെന്നും കർഷകർ പറഞ്ഞു. പാടത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി പൈപ്പിടൽ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് കാനകളും ചാലുകളും മൂടിപ്പോയതാണ് വെള്ളം നേരത്തെ വറ്റാൻ കാരണമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. ഏങ്ങണ്ടിയൂർ ചേറ്റുവ പടന്ന പുളിക്കക്കടവ് തീരദേശ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന പുൽക്കാടുകൾ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. റോഡിലേക്ക് പുൽക്കാടുകൾ ചാഞ്ഞുകിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഭയന്നാണ് ഈ വഴിയിലൂടെ പോകുന്നത്. നിരവധി സ്കൂൾ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന റോഡാണിത്. രാത്രികാലങ്ങളിൽ റോഡിലെ വഴിവിളക്കുകൾ പ്രകാശിക്കാത്തതും വെല്ലുവിളിയാകുകയാണ്. അപകടം ക്ഷണിച്ചു വരുത്തുന്ന പുൽക്കാടുകൾ വെട്ടി വൃത്തിയാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ സ്മരണയ്ക്ക് മുന്നിൽ ഗായകൻ P. ജയചന്ദ്രൻ ഗാനമാലപിച്ചത് സദസ്സിന് നിർവൃതിയായി. തൃശൂർ ടൗൺ ഹാളിലെ നിറഞ്ഞ സദസ്സിലായിരുന്നു ജയചന്ദ്രൻ പാടിയത്. മോഹം കൊണ്ടു ഞാൻ എന്ന ഗാനം ജയചന്ദ്രൻ തന്റെ ശബ്ദത്തിൽ ആലപിച്ചപ്പോൾ സദസ്സിലുള്ളവർ നിറഞ്ഞ കയ്യടികളോടെയാണ് അദ്ദേഹത്തിന് ആദരമർപ്പിച്ചത്. ഈണം
അത് തേടിപ്പോയി. കുട്ടനെല്ലൂർ സാംസ്കാരിക സംഗീത കാരുണ്യവേദി സംഘടിപ്പിച്ച ജോൺസൺ മാസ്റ്റർ അനുസ്മരണ ചടങ്ങിലാണ് പി ജയചന്ദ്രൻ ഗാനം ആലപിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മാസങ്ങളായി പൊതുവേദിയിൽ നിന്ന് വിട്ടുനിന്ന ജയചന്ദ്രൻ പ്രിയ സുഹൃത്ത് ഈണമിട്ട ഗാനം നിറഞ്ഞുപാടി. സത്യനന്ദിക്കാടും ഔസേപ്പച്ചനും ജോൺസന്റെ പ്രിയപത്നി റാണി ജോൺസനുമടങ്ങിയ സദസ്സ് നിറഞ്ഞ മനസ്സോടെയാണ് ആ ഗാനം ഏറ്റുവാങ്ങിയത്. പ്രിയ സംഗീത സംവിധായകന്റെ പേരിൽ സമ്മാനിക്കുന്ന ജോൺസൺ മാസ്റ്റർ പുരസ്കാരം പി ജയചന്ദ്രൻ ഏറ്റുവാങ്ങി. ജോൺസനെയും ഔസേപ്പച്ചനെയും ദേവരാജന് പരിചയപ്പെടുത്തിയത് താനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്നും എന്നാൽ അവരുണ്ടാക്കിയ വളർച്ച സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതാണെന്നും ജയചന്ദ്രൻ പറഞ്ഞു. KJ ബേബി, സിനീഷ് ശങ്കരൻകുട്ടി, ചാക്കോ തട്ടിൽ, ജോർജ് തട്ടിൽ, ഗാർബ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനെതിരെ പോലീസിൽ കള്ളപ്പരാതി കൊടുത്ത സെക്രട്ടറിയും ചെയർമാനും മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ, PJ രാജു, NR സതീശൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, സന്ധ്യ കൊടക്കാടത്ത്, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പേരിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടിയിൽ സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ NG ഉണ്ണികൃഷ്ണൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, ജയചന്ദ്രൻ A മേനോൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും വരന്തരപ്പള്ളി കച്ചേരിക്കടവ് പാലം റോഡ് നിർമ്മാണം തുടങ്ങിയില്ല. സാങ്കേതിക അനുമതിയും ഫണ്ടും സ്ഥലം ഏറ്റെടുക്കലും നേരത്തെ പൂർത്തിയായ അപ്രോച്ച് റോഡിന് 150 മീറ്റർ BM&BC സൈഡ് കട്ട്, ഡ്രൈനേജ് ഉൾപ്പെടെ 1.64 കോടിയാണ് സാങ്കേതിക അനുമതിയായത്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ച റോഡിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ് പണി ഉടൻ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. കോടികൾ മുടക്കി വർഷങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ച പാലത്തിന്റെ ഇരുവശത്തുമുള്ള റോഡ് ഗതാഗതയോഗ്യമല്ല. നാട്ടുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന പാലം യാഥാർത്ഥ്യമായിട്ടും റോഡില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. വരന്തരപ്പള്ളി മുപ്ലിയം വില്ലേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കച്ചേരിക്കടവ് പാലത്തിന്റെ ഒരു വശം റവന്യൂ ഭൂമിയും മറുവശത്ത് വനഭൂമിയുമാണ്. വനം വകുപ്പിന്റെ ഭൂമി നേരത്തെ വിട്ടുകിട്ടിയെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഉണ്ടായ തടസ്സം റോഡ് പണിക്ക് തിരിച്ചടിയാവുകയായിരുന്നു. കാലവർഷത്തിൽ തകർന്ന റോഡിലൂടെയുള്ള യാത്രയും ദുരിതപൂർണമാണ്. ഇവിടെ അപകടങ്ങളും പതിവായിരുന്നു. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. ദേശീയ സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ആദ്യ മെഡൽ. ഗുജറാത്തിൽ നടക്കുന്ന 68ാമത് ദേശീയ സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 25 കിലോ വിഭാഗത്തിലാണ് ആശിഷ് നഹാക് വെങ്കല മെഡൽ നേടിയത്. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. മുല്ലശ്ശേരി പഞ്ചായത്ത് ജൂഡോ അക്കാദമിയിലാണ് പരിശീലനം നടത്തുന്നത്. KT അഭിജിത്ത്, KV ശ്രീഷ്മ എന്നിവരാണ് പരിശീലകർ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പെരുവല്ലൂരിൽ താമസിക്കുന്ന ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ മകനാണ് ആശിഷ് നഹാക്. NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സർക്കാർ ജീവനക്കാരുടെ കലോത്സവം തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിമോദ് അധ്യക്ഷത വഹിച്ചു. സർഗവേദി ജില്ലാ കലാകായിക സമിതി കൺവീനർ RL സിന്ധു, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV പ്രഫുൽ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P വരദൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേജ് ഇതര വിഭാഗങ്ങളിലായി 22 ഇനങ്ങളിൽ നടന്ന വ്യക്തിഗത ഗ്രൂപ്പ് മത്സരങ്ങളിൽ 500-ലേറെ ജീവനക്കാർ മാറ്റുരച്ചു. ജില്ലാതല മത്സരങ്ങളിലെ വിജയികളെ പങ്കെടുപ്പിച്ച് സംസ്ഥാന കലോത്സവം ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് നടക്കും.
എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച സ്തോത്ര മണ്ഡപത്തിന്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം.കെ. സുദർശൻ നിർവഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് അധ്യക്ഷനായി. ഡൽഹി സ്വദേശികളായ ബാലഗോപാലൻ പ്രമീള ദമ്പതികളാണ് സ്തോത്ര മണ്ഡപം സംഭാവന നൽകിയത്. ഇവരെയും മണ്ഡപത്തിന്റെ ശില്പി ആർട്ടിസ്റ്റ് ഇ.വി. സന്തോഷിനെയും ചടങ്ങിൽ ആദരിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല, ദേവസ്വം ഓഫീസർ പി.ബി. ബിജു, ധന്വന്തരി ആയുർവേദ ആശുപത്രി വികസന സമിതി ചെയർമാൻ പി.സി. അബാൽ, മണി തുടങ്ങിയവർ സംസാരിച്ചു. 409 ദൗത്യമാണ് ദേവസ്വം ബോർഡ് നിർവഹിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പുത്തംകുളം ആലും തയ്യിൽ പാറയ്ക്കൽ പരേതനായ റഫീഖിന്റെ വീട്ടുമതിലിനോട് ചേർന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യ ചാക്കുകൾ പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റാത്തതിൽ പ്രദേശത്തെ യുവാക്കൾ പ്രതിഷേധിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ സമാഹരിച്ചു തള്ളിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ ചാക്കുകളാണ് 1 വർഷത്തോളമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ റോഡരികിൽ കിടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടുടമ പാറയ്ക്കൽ റമീമ പഞ്ചായത്തിൽ പരാതിയും നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ പരിഹാരമായില്ല. പ്രതിഷേധ സമരത്തിന് RM ഷംസു, റയീസ് പാറയ്ക്കൽ, അസ്ലം VA, മിറാഷ് KH എന്നിവർ നേതൃത്വം നൽകി. മാലിന്യത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സാധനം കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അത് നിറഞ്ഞിട്ട് ആൾക്കാർ വീടിന്റെ ഫ്രണ്ടിൽ മാലിന്യം ഇടൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് ഓഫീസർമാർക്കൊക്കെ റിട്ടേൺ കംപ്ലൈന്റും പോയി ചെന്നിട്ടും പരാതികൾ കൊടുത്തിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു നടപടികളും ഉണ്ടാവില്ല. പഞ്ചായത്ത് ഓഫീസർമാർക്കും മെമ്പർക്കൊക്കെ പരാതി കൊടുത്തിട്ടും അവർക്ക് ഫോട്ടോ സഹിതം അവർക്ക് പരാതി കൊടുത്തിട്ടടക്കം അവരതിനൊരു നടപടി ഉണ്ടാവുന്നില്ല. മതിലകം പഞ്ചായത്ത് 16-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 61-ാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. A.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.K. ഗിരിജ നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനവും മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓണും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി. മതിലകം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ K. വിദ്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് മെമ്പർ E.K. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ ആദ്യമേ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മോഡേൺ അംഗനവാടിയാണ് നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ട് അതിന് പറ്റുന്ന ഒരു റോഡും പഞ്ചായത്ത് പണി കഴിപ്പിച്ചു. ഇവിടെയാണ് ഒരു ജനകീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ ഈ അംഗനവാടിക്ക് സ്ഥലം ലഭ്യമായത് നേരത്തെ സ്വാഗതാധ്യക്ഷ പ്രാസംഗികന്മാർ പറഞ്ഞതുപോലെ നേരിട്ടൊരു അംഗനവാടിക്ക് പണം മേടിക്കാൻ ഇപ്പോൾ എവിടെ നിന്നും ഫണ്ട് മാറ്റിവെക്കാൻ സാധ്യമാകില്ല. ഗുരുവായൂരിലെ അഷ്ടമിരോഹിണി കലാസംഘത്തെ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് യാത്രയാക്കി. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായുള്ള ഗരുഡ സേവാ ചടങ്ങിൽ നാളെയും മറ്റന്നാളുമായി കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് സംഘം യാത്രയായത്. ഗുരുവായൂരിൽ അഷ്ടമിരോഹിണിക്ക് ഗോപികാ നൃത്തം, ഉറിയടി, രാധാമാധവ നൃത്തം, തിരുവാതിര, മയൂര നൃത്തം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിച്ച 140 പേരാണ് സംഘത്തിലുള്ളത്. തിരുപ്പതി ദേവസ്ഥാനത്തു നിന്നുള്ള പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് സംഘം യാത്രയായത്. തെക്കേനടയിൽ നടന്ന ചടങ്ങിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ സംഘത്തിന് കൃഷ്ണവിഗ്രഹങ്ങളും കൊടിക്കൂറയും കൈമാറി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡോക്ടർ DM വാസുദേവൻ, അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ V അച്യുതക്കുറുപ്പ്, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്തവിദ്യാലയം ഒരുക്കിയ ബൊമ്മക്കുലു പ്രദർശനം ഭക്തിസാന്ദ്രം. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗത്തിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൃത്ത അധ്യാപികയും ചേർന്നാണ് ബൊമ്മക്കുലു തയ്യാറാക്കിയിരിക്കുന്നത്. മഹിഷാസുര നിഗ്രഹത്തിനായി 30 മുക്കോടി ദൈവങ്ങളുടെയും ശക്തി ഒരുമിച്ചെടുത്ത് പ്രകൃതിയായ ദേവിക്ക് നൽകിയെന്നാണ് പൗരാണിക സങ്കല്പം. സമീപകാലത്തായി പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഉമാമഹേശ്വര നൃത്തവിദ്യാലയം നൽകുന്നത്. അധ്യാപിക മഞ്ജുഷ സുരേഷിന്റെ നേതൃത്വത്തിൽ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ചാണ് ബൊമ്മക്കുലു ഒരുക്കിയത്. പ്രധാനമായിട്ടും ഒരു മഹോത്സവം കൊണ്ടാടുന്നത് എന്തുകൊണ്ടെന്നാൽ വയനാട് ദുരന്തമുണ്ടായത് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ ബന്ധുമിത്രാദികളും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പാരൻസും കുട്ടികളും ഞാനും ഉൾപ്പെടെ ഞങ്ങൾ
3 വിഭാഗക്കാരും കൂടെ ചേർന്നെടുത്ത മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും അവരവരുടെ വീടുകളിൽ നിന്ന് ബൊമ്മക്കൊലുവിനനുസൃതമായ ബൊമ്മകൾ വാങ്ങിച്ചു കൊണ്ടുവരികയും അത് യഥോചിതം ഓരോ പടികളിലും ഞങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 10 പേരുടെ പ്രാർത്ഥന കൊണ്ട് മറ്റു 10 പേർക്ക് നന്മ വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപികയായി ഞാനും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു. 5 പടികളിലായാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യ പടിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരും, രണ്ടാമത്തെ പടിയിൽ അഷ്ടലക്ഷ്മിമാരോട് കൂടിയ സരസ്വതി ദേവിയും, മൂന്നാമത്തെ തട്ടിൽ ദശാവതാരവും മണ്ണുകൊണ്ടുള്ളതും സിറാമിക് ബൊമ്മകളും, 4ാമത്തെ തട്ടിൽ ബ്രാസ് ടൈപ്പ് ബൊമ്മകളും, 5ാമത്തെ തട്ടിൽ കല്യാണ സെറ്റും വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇതിന് നടുവിലായി കുട്ടികൾ സ്വയം നിർമ്മിച്ച ദേവീ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബൊമ്മക്കൊലു അലങ്കരിക്കുന്നതിനായി മൂകാംബികയിൽ നിന്നുമാണ് ദുർഗ, ലക്ഷ്മി, സരസ്വതി വിഗ്രഹങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത്. 9 ദിവസം ദേവിക്ക് ചാർത്തുവാൻ 9 തരത്തിലുള്ള ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും കരുതിയിട്ടുണ്ട്. വിജയദശമി വരെ എല്ലാ ദിവസവും കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പാട്ട് കച്ചേരിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. TCV എരുമപ്പെട്ടി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ നഴ്സറി വിദ്യാർത്ഥികൾക്കായി കിൻഡ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് കിൻഡ ഫെസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. JCA തൃശൂർ പ്രസിഡന്റ് ഫിജോ ജോർജ് മൊയലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജോയ് റാഫേൽ, പ്രോഗ്രാം ഡയറക്ടർ ആന്റണി ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു. I think the parents will follow. You see, you should understand one thing. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും ജീവിതത്തിൽ. എനിക്ക് വക്കീലാകണം. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന സംഗീതോത്സവം പെരുവനം കുട്ടൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ അടുത്തിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A സുകുമാരൻ, CR രാജൻ, PK ദാമോദരൻ പട്ടത്ത്, രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുവനം വേദിക വിജയകുമാറിന്റെ അഷ്ടപതിയോടെയാണ് സംഗീതോത്സവം ആരംഭിച്ചത്. ജില്ലയിൽ നിന്നുള്ള 300ഓളം പേർ സംഗീതോത്സവത്തിൽ പങ്കെടുത്തു. ഗവേഷണത്തിനായി കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഡോക്ടർ സിസ്റ്റർ സിഞ്ചുമോൾ തോമസ് തിരിച്ചെത്തിയത് 15 ഇനം കുറിഞ്ഞുകളുമായാണ്. നിലവിൽ അപൂർവ ഇനം കുറിഞ്ഞുകളും കല്യാണ സൗഗന്ധികവും സംരക്ഷിച്ച് പരിപാലിച്ചു വരികയാണ് സിസ്റ്റർ സിഞ്ചുമോൾ. ട്രിച്ചി സെന്റ് ജോസഫ് കോളേജിൽ കല്യാണ സൗഗന്ധികം വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിനിടയിലാണ് ഇടുക്കിയിൽ വെച്ച് കുറിഞ്ഞിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. കുറിഞ്ഞിവർഗത്തിന്റെ വർഗീകരണം എന്ന വിഷയത്തിൽ ഫാദർ ഡോക്ടർ S ജോൺ ബ്രിട്ടോയുടെ കീഴിൽ ഗവേഷണം 2012 ആരംഭിച്ചെങ്കിലും അതിന്റെ ജീവിതചക്ര പഠനത്തിന് കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കല്യാണ സൗഗന്ധികത്തിലേക്ക് മാറിയത്. കല്യാണ സൗഗന്ധികത്തിൽ PhD നേടിയ ഇവർ പിന്നീട് കുറിഞ്ഞിയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി. മാള കാർമൽ കോളേജിലെ ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ സിഞ്ചുമോൾ തോമസ് ഇപ്പോൾ കോളേജിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പരിപാലിക്കുന്നത് 15 ഇനം കുറിഞ്ഞികളാണ്. ഇടുക്കിയിൽ വെച്ച് ഫിസിക്കിയം മാത്യു എന്ന ഇനത്തെ കണ്ടെത്തിയതടക്കം 5 ഇനം കല്യാണ സൗഗന്ധികവും ഇവിടെയുണ്ട്. ഇടുക്കി മൂന്നാർ മലനിരകളിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞിയുടെ ഇനത്തിൽപ്പെട്ട സ്ട്രോബിലാന്തസ് ഹെയ്നിയാനെയാണ് ഇപ്പോൾ പൂവിട്ടത്. 8 വർഷത്തിലൊരിക്കൽ പൂവിടുന്ന ഈ ഇനം ആദ്യമായാണ് ഇവിടെ പുഷ്പിച്ചത്. ഏകദേശം 18ഓളം കുറിഞ്ഞികൾ ഈ ഗാർഡനിൽ നമ്മൾ പരിപാലിച്ചു വരുന്നു. അതിൽപ്പെടുന്ന സ്ട്രോബിലാന്തസ് ഹെയ്നിയാന എന്ന ഈ അപൂർവ കുറിഞ്ഞിയാണ് ഇപ്പോൾ കാർമലിൽ പുഷ്പിച്ചിരിക്കുന്നത്. വാഗമൺ മലനിരകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് ഒരു 7 വർഷങ്ങൾക്ക് മുൻപ് കാർമലിൽ എത്തിച്ച ഈ ചെടിയാണ് ഇപ്പോൾ പുഷ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 8 വർഷമാണ്. കുറിഞ്ഞികളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ കാർമൽ കോളേജിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രോബിലാന്തസ് കാർമലെൻസിസ് എന്ന വർഗത്തെക്കുറിച്ചുള്ള പഠനമടക്കം 15 ഗവേഷണ പ്രബന്ധങ്ങൾ സിസ്റ്റർ സിഞ്ചുമോൾ തോമസ് വിവിധ അന്താരാഷ്ട്ര ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച 12ഓളം അപൂർവ ഇനം കുറിഞ്ഞികളും കാർമലിന്റെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്. 2017 മുതൽ കാർമൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, റിസർച്ച് ഗൈഡ്, ഡയറക്ടർ ഓഫ് റിസർച്ച് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന സിസ്റ്റർ സിഞ്ചുമോളുടെ കീഴിൽ 7 വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ആൻജിയോസ്പേം, ടാക്സോണമി, ഇന്ത്യൻ ബോട്ടാണിക്കൽ സൊസൈറ്റി എന്നിവയിൽ ലൈഫ് ടൈം അംഗമാണ്
സിസ്റ്റർ സിഞ്ചുമോൾ തോമസ്. TCV മാള. വയനാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കടങ്ങോട് പഞ്ചായത്ത് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 1,60,700 രൂപ കുന്നംകുളം MLA AC മൊയ്തീന് കൈമാറി. കടങ്ങോട് പഞ്ചായത്ത് CITU കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KM അലി, ജില്ലാ ട്രഷറർ KA അസീസ്, കുന്നംകുളം ഏരിയ സെക്രട്ടറി MK ലക്ഷ്മണൻ, CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. 600-500 കോടി രൂപ നൽകിയിട്ടുണ്ട്. കേരളത്തിന് ആ ഇനത്തിൽ കേരളത്തിന് ഗവൺമെന്റ് ആവശ്യപ്പെട്ട ഒരു പണവും നൽകിയിട്ടില്ല. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായി. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം മെത്രാപ്പോലിത്തയും MPയും ചേർന്ന് നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാല മേനോൻ, വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ, വികാരി കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ, ട്രസ്റ്റി PV ഷാജൻ, ജോയിന്റ് കൺവീനർ വിൽസൺ മേക്കാട്ടുകുളം, കമ്മിറ്റി അംഗം ബിനു രാജ് തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ DYSP ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ ഏർപ്പെടുത്തണമെന്നും ലൈസൻസ് ഫെഡ് ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ കാവിൽക്കടവിലെ ലയൺസ് ഹാളിൽ നാളെ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് സ്മിത സ്റ്റാൻലി, ജില്ലാ കമ്മിറ്റി അംഗം MP ജയപ്രകാശ്, AS സുധീപ്, KV വിശ്വംഭരൻ, സണ്ണി കുന്നത്ത്, മുഹമ്മദ് സാബിർ തുടങ്ങിയവർ പങ്കെടുത്തു. 57 വർഷങ്ങൾക്ക് ശേഷം മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ SSLC ബാച്ചിലെ അംഗങ്ങൾ ഒത്തുകൂടി. 1966-67-ൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഒത്തുകൂടിയത്. അധ്യാപകൻ കൃഷ്ണൻകുട്ടിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ PD സേവ്യർ അധ്യക്ഷത വഹിച്ചു. ടോമി ആന്റോ, ജോണി ചിറ്റിലപ്പള്ളി, VV ഷാജു, ND ജിൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 11-12 തീയതികളിലാണ് തിരുനാൾ. വെങ്കിടങ്ങ് പടിഞ്ഞാറെ കരിമ്പാടം കോൾപടവിൽ പരമ്പരാഗത രീതിയിൽ നടീൽ ഉത്സവവും പുതിയ പമ്പ് സെറ്റ്, ട്രാൻസ്ഫോമർ എന്നിവയുടെ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. മുരളി പെരുന്നല്ലി MLA നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് MK സദാനന്ദൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, വെങ്കിടം കൃഷി ഓഫീസർ ഇൻചാർജ് J അമല, പടവ് സെക്രട്ടറി PG വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080, പവന് 56,640, വെള്ളി ഗ്രാമിന് 100, പ്ലാറ്റിനം ഗ്രാമിന് 3334 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ATMകൾ കൊള്ളയടിച്ച പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും ATM ട്രേകളും കണ്ടെത്തി. മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാനശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവെന്ന നോവലിന് വയലാർ അവാർഡ്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കരുവന്നൂർ ബംഗ്ലാവ് ചേലക്കടവിൽ ഗുണ്ടാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ദുർഗാനഗർ സ്വദേശികളായ സുധാകരൻ, സലീഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്.
കാട്ടുപന്നിയെ വേട്ടയാടി പാചകം ചെയ്യാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കിള്ളിമംഗലം സ്വദേശികളായ രാജേഷ്, ഷെഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 9 പേർക്ക് പരിക്ക്. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.